ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ വാട്ടർ ടാങ്കിനെ കുറിച്ചാണ് കേട്ടോ. വാട്ടർ ടാങ്ക് തന്നെ പല കളറില്, വൈറ്റ്, ഗ്രീന്, അതുപോലെ തന്നെ ബ്ലൂ, ബ്ലാക്ക്, അങ്ങനെ പല കളറിലും, ഇപ്പോൾ യെല്ലോ, അങ്ങനെ പല കളറിലും ടാങ്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ ഈ ടാങ്കുകളിൽ വരുന്ന വാട്ടറിന്റെ മാറ്റങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു 3 കളർ ടാങ്കിന്റെ ഡിഫറൻസ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം ടാങ്കിലാണ് വെള്ളത്തിന്റെ കംപ്ലൈന്റുകൾ വരുന്നത്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. എങ്ങനെയായാലും ആ വിഷയങ്ങൾ എന്തായാലും നമ്മൾ നേരിട്ട് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞങ്ങളുടെ ഒരു വാട്ടർ ടാങ്ക് മാറ്റാൻ വന്നതാണ്. വാട്ടർ ടാങ്ക് വൈറ്റ് ടാങ്കാണ്, അപ്പോൾ മാറ്റാൻ വന്ന അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഒക്കെ നോക്കട്ടെ. വെള്ള ടാങ്കിൻ്റെ ഇതിപ്പോൾ വെള്ള ടാങ്കിൻ്റെ പുറത്തെ അവസ്ഥയാണ്, പച്ച കളർ. എന്നുവെച്ചാൽ പുറം ഓക്കെ വെള്ള ടാങ്ക്. പിന്നെ പായൽ വന്നാൽ ഈ കോല ഉണ്ടാവും. ഇല്ല ഫുഡ് ഗ്രേഡൊക്കെ ആണ് സംഗതി. ഞാൻ പിന്നെ ഉള്ളിൽ പോയി നോക്കുക. ഇതല്ലേ എന്താ ഇതിൻ്റെ സ്ഥിതി. പക്ഷെ നമ്മളെ ബ്ലാക്ക് ടാങ്കിനൊന്നും ഈ പ്രശ്നം കേട്ടോ. ഇപ്പം എത്ര കൊല്ലം കഴിഞ്ഞാലും ബ്ലാക്ക് ടാങ്കിൽ ഇങ്ങനൊരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. ഇതാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ള ടാങ്കിൻ്റെ കോലം. എല്ലാ വീട്ടുകാരും വെള്ള ടാങ്കും എല്ലാം ഭംഗിക്ക് എടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ കണ്ടിടത്തോളം ഇങ്ങനെ ഈ വെള്ള ടാങ്കിന് ഇങ്ങനത്തെ പായലിൻ്റെ പ്രശ്നമുണ്ട്. ഇവിടെ പടവ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ഒരു ടാങ്ക് മാറ്റാൻ വന്നു. ടാങ്കിൻ്റെ ഒരവസ്ഥ നമ്മൾ നോക്കട്ടെ. നീല ടാങ്ക്, വെള്ള ടാങ്ക് കണ്ടോ, നമ്മൾ നീല നോക്കും. നീലയിൽ ഇവിടെ നമുക്ക് പായലൊന്നും കാണില്ല, കണ്ടില്ലേ? ചളിയാണ്, മറ്റേ വെള്ളത്തിലുള്ള ചെളി മാത്രമേ ഉള്ളൂ, പായലുകളൊന്നുമില്ല കേട്ടോ. പിന്നെ പായൽ, ഇതിൽ പായലില്ല, വെള്ളത്തിലുള്ള ചെളി മാത്രം, അതായത് മണ്ണ്. വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു കറുത്ത ടാങ്ക് കൂടി പോയി നോക്കിയാലോ. ഇത് കുറേ മുന്നായിട്ടുള്ള കേട്ടോ, അപ്പോൾ അടുത്തൊന്നും കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് ടാങ്ക് കൂടി ഒന്ന് കാണാൻ പോകട്ടോ. ബ്ലാക്കിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് ബാക്കി രണ്ടെണ്ണം കണ്ടില്ലേ. ഈ ബ്ലാക്കിനൊന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് സാധനം കിടക്കുന്നത്. അപ്പോൾ പോയി വെക്കാം. മേലെ പറഞ്ഞാൽ ഇപ്പോൾ ഇത് കഴുകിയിട്ട്, ഇത് പറഞ്ഞ പോലെ കഴുകിയിട്ടൊക്കെ കാലം കുറേ കേട്ടോ. എന്നിട്ടുള്ള അവസ്ഥ നമ്മൾ നോക്കുക. അപ്സ്റ്റേറിൻ്റെ മേലാണ്, കൂരൻ്റെ മേലാണ് ഇപ്പോൾ ഇത് സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത്. പുറത്തൊക്കെ പച്ച ഉണ്ട് കേട്ടോ. നോക്കുക, പുറത്തൊക്കെ ഇത് പച്ച, ഏത് നിലത്താണ് കേട്ടോ പച്ചുള്ളത്. ടാങ്കുമിൽ കാര്യമായിട്ട് പുറത്തൊന്നും കാണുന്നില്ല. പുറത്തിതാ ഒന്നും പച്ച കളറൊന്നും കാണുന്നില്ല. ബ്ലാക്ക് ടാങ്കാണ്. തുറന്നു നോക്കുക എന്താ സ്ഥിതി. കൈകാത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാലും പായലോ പൂപ്പലോ ഒന്നും നമുക്ക് ഈ ടാങ്കിലും കാണാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ആ മണ്ണുണ്ട് കിണറിന് വരുന്ന ആ മണ്ണ്. അത് സ്വാഭാവികമാണ്, എല്ലാ ഇതിലും ഉണ്ടാവും കേട്ടോ. അത് മണ്ണ് എന്താ വെച്ചാൽ, മണ്ണ് നമ്മൾ മോട്ടറ് വെള്ളം കയറ്റുമ്പോഴേ കുറേശ്ശെ മണ്ണ് കയറിപ്പോരും കിണറ്റിന്നേ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പായലിൻ്റെ ഒരു അംശം പോലും നമുക്ക് ഈ വെള്ള ടാങ്കിലും നീല ടാങ്കിലും കാണാൻ പറ്റില്ല കേട്ടോ. പൂപ്പലും ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല. മറ്റേ വെള്ള ടാങ്കിൽ കണ്ട ആ വിഷയങ്ങളൊന്നും നീലയിലും അതേമാതിരി ബ്ലാക്ക് ടാങ്കിലും ഇല്ല. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഒരു അടുത്ത് വെച്ച ഒരു വെള്ള ടാങ്കിൻ്റെ, അതായത് വൈറ്റ് ടാങ്കിൻ്റെ പുറത്തുള്ളൊരവസ്ഥ. അത് കയറാൻ പറ്റിയിരിക്കുക, നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നുള്ളതെന്ന് കാണാം. കണ്ടോ, ഫുള്ള് പച്ചയാണ്. ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഫുള്ള് പച്ചയാണ്. ആ പച്ച അതേപോലെ ഉള്ളിലും ഉണ്ടാവും. മറ്റ് ടാങ്കുകൾക്കൊന്നും പുറമേ ഒന്നും ഇതേമാതിരി പച്ച കാണാൻ പറ്റില്ല. വൈറ്റ് ടാങ്ക് വെച്ചോടത്ത് മുഴുവൻ ഉണ്ടാവും ഈ പായൽ പച്ച കളറിൽ, കണ്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ടാങ്കുകളൊക്കെ അവസ്ഥ. വാങ്ങുമ്പോൾ ഹൈജീനിക്കാണെങ്കിലും നോക്കി വാങ്ങുക. പിന്നെ വെള്ള ടാങ്ക് തന്നെ വെക്കണം എന്ന് തോന്നുന്ന ആളുകൾ കറക്റ്റ്
ആഴ്ചയിൽ ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് കഴുകുക, അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് കഴുകുക കുറഞ്ഞത്. എന്നാലും പിന്നെ നമുക്ക് പിന്നെ എത്രയും പായലിൻ്റെ ഇത് ഒഴിവാക്കാം. പായലെന്ന് പറഞ്ഞാൽ നമുക്ക് ടാപ്പിലൂടെയൊക്കെ ഒന്ന് ഒഴുകി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ തന്നെ പിന്നെ ഒരുപാട് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടാപ്പുകൾ. നമ്മളെ പിന്നെ കസ്റ്റമറൊക്കെ വിളിക്കുമ്പോൾ ടാപ്പ് ഫിൽറ്റർ ഇങ്ങനെ അടയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ടാപ്പിലൂടെ തന്നെ പായൽ വന്ന ചരിത്രമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കാൻ മാസത്തിലൊരിക്കലൊന്നും വൃത്തിയാക്കുക, കഴുകുക കേട്ടോ. വൈറ്റ് ടാങ്ക് ഉള്ളത് അങ്ങനെ വെച്ച ആളുകൾ നന്നാവും. പായൽ കണ്ടോടത്ത് മുഴുവനുണ്ട്, മറ്റോട്ടിലോട്ട് അങ്ങനെ അറിയില്ല. എല്ലാ ഭാഗത്തും വൈറ്റിനാണ് പായലുള്ളത്. ഓക്കെ, നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.